ആ ഇലക്ട്രീഷ്യന്മാരുടെ പണിയൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ പറയണം കേട്ടോ. ശരി സാർ. പിന്നെ എന്താ ഉള്ളേ? ആ മറ്റന്നാൾ 4 ലോഡ് സിമെന്റ് വരും. അതിന്റെ കണക്കൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് തരും. ശരി. പിന്നെ ആ തേർഡ് ഫ്ലോറിലെ പൈപ്പ് ലൈൻ എന്തോ ഫോൾട്ട് ഉണ്ട്, അത് നോക്കിയത്. ഹലോ ഡാഡി എന്തേ? ഡാഡി ഓഫീസിലേക്ക് പോയല്ലോ. ഇറ്റ് വാസ് ടെറിബിൾ ബെന്നി. ഇന്നലെ എന്തൊക്കെയായിരുന്നു അവിടെ? നാൻസി വന്നത് ആകെ പ്രശ്നമായത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇന്നലെ പേടിച്ചു പോയി. ഞാനും. എങ്കിൽ ഞാൻ ഇന്ന് രാത്രി 8 മണിക്ക് വരാം. അയ്യോ എന്റെ പൊന്ന് നാൻസി, 8 മണി കേൾക്കുമ്പോ ഞാനിപ്പോ ഞെട്ടും. ഇനി എപ്പോഴാ കാണുന്നേ? ഇപ്പൊ കണ്ടില്ലേ, അത് പോരെ. ഞാൻ എന്ത് പറഞ്ഞാലും ബെന്നിക്ക് കളിയാ. ബെന്നിയെ മാനേജറാക്കാൻ ഞാൻ ഡാഡിയോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാന്നറിയോ? എന്തിനാ? അത് ഞാൻ പിന്നെ പറയാം. Western Ghats means one which is situated in the western part. Why is it called so? This is adequate reason behind it. The Deccan Plateau covers a vast area in the southern part of India. The Western Ghats got its name because it is the western boundary of Deccan Plateau. ആരോട് ചോദിച്ചോട്ടെ ഇതിനകത്ത് കയറുന്നത്? തന്നോട് ആരോട് ചോദിച്ചിട്ടോ? നിന്നോടാ ചോദിച്ചത്? നിങ്ങൾ പറഞ്ഞിട്ടാണ് അവൾ ഇതിനകത്ത് വീണ്ടും കയറിയത്? അല്ല. പിന്നെ ആരോട് ചോദിച്ചിട്ടാ അവൾ ഇവിടെ വന്നത്? ആരോട് ചോദിച്ചിട്ടാ ഇവിടെ വന്നതെന്ന്? ആരോടും ചോദിച്ചില്ല. ആരോടും ചോദിച്ചില്ലെന്ന്. എന്തിനാ വീണ്ടും ഇതിനകത്തോട്ട് വലിച്ചു കയറിയേ? എന്തിനാ വലിയ കയറിയെന്ന്? വീട്ടിൽ പോകാൻ കാശില്ല. കാശില്ല. കാശില്ലെങ്കിൽ ഇങ്ങോട്ടാണ് കെട്ടിയെടുക്കണ്ടേ? ഇവിടെ ഒരു ജോലിക്കാരി ആവശ്യമുണ്ടെന്ന് കേട്ടു, അതുകൊണ്ട്. ഇവിടെ ജോലിക്കാരുടെ ആവശ്യമൊന്നുമില്ല. ഉണ്ടെന്ന് കുട്ടികൾ പറഞ്ഞല്ലോ. സത്യം പറ, എന്താ നിന്റെ ഉദ്ദേശം? സത്യം പറഞ്ഞ വിശ്വസിക്കോ? ഞാൻ എന്റെ പഴയ ഒരു ഫ്രണ്ടിനെ തേടിയാ വന്നത്. ആളെ കണ്ടു, പക്ഷെ അയാൾ എന്നെ തിരിച്ചറിയുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോവും. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഓ, ഈ കള്ളക്കഥയൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നിക്കടി അവിടെ. ചാച്ചാ, ഞങ്ങളാ പറഞ്ഞു ഇവിടെ ജോലിക്ക് ഞങ്ങളുടെ ചേച്ചിയെ നിന്നോളാൻ. എന്തിനാ അങ്ങനെ പറഞ്ഞേ? ചേച്ചി ഞങ്ങൾക്ക് ഇഷ്ടാ. ചേച്ചി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. പ്ലീസ് ചാച്ചാ. വേണ്ട വേണ്ട, ഓവർ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ചേച്ചി ഒരു കുഴപ്പമുണ്ടാക്കൂല ചാച്ചാ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ട് വലിഞ്ഞവർ വന്നാണെങ്കിലോ? എവിടെയാ നിന്റെ വീട്? പാലക്കാട്. പാലക്കാട് എവിടെ? കണ്ടകപ്പുറത്ത്. കണ്ടവന്റെ പുറത്ത്? കണ്ടവന്റെ പുറത്തല്ല, കണ്ടകപ്പുറത്ത്. ഓ, കല്യാണം കഴിഞ്ഞാണോ? എന്നെ കണ്ട അങ്ങനെ തോന്നുവോ? പിന്നെ എങ്ങനെ ഇവിടെ നിർത്തുന്നേ? ഞങ്ങളൊന്നും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. വേണ്ട, അതൊന്നും ശരിയാവില്ല. ശരിയാവും ചാച്ചാ. ചാച്ച ഒന്നും ഓഫീസിൽ പോകാൻ ലേറ്റ് ആണോ? ഞങ്ങളെ കാര്യം നോക്കണണ്ടല്ലേ. ചേച്ചി ഇവിടെ നിർത്തിയ ചേച്ചി ഞങ്ങളെ നോക്കിക്കൊള്ളുമല്ലോ. ചാച്ചന് ഞങ്ങളോട് ഒരു സ്നേഹമില്ല. വെറുതെ പറയാ ഞങ്ങൾക്ക് വേണ്ടിയാ ജയിക്കുന്നെന്ന്. അല്ലെങ്കിൽ പിന്നെ നമ്മള് പറഞ്ഞിട്ട് കേൾക്കാതിരിക്കോ? നീ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു എന്ന് കരുതണ്ട. അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം. ഒരാഴ്ച ഞാൻ നോക്കൂ. സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ ശരണമയ്യപ്പോ. എത്ര രൂപയായി? 20 രൂപ. മീറ്റർ 10 രൂപയല്ലേ ആയുള്ളൂ? ബാക്കി 10 രൂപ സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ വരെ നിർത്താൻ ശരണം വിളിച്ചില്ലേ സാറേ, അതിന്റെയാ. അയ്യോ സ്വാമിയേ ശരണമയ്യപ്പോ. ഇനി താൻ വിളിക്കണ്ട. പോ ശബരിമല തന്നെ ഇയാളെ വിളിക്കാത്ത ഭാഗ്യം. ഇതെന്ത് കോലം. പന്തളത്തി എന്നപ്പോ തോന്നി രാജകുമാരനൊന്ന് കാണണോ. ശരണമയ്യപ്പ. പോയി കണ്ടു തിരിച്ചു വരുന്ന വഴിയാണ്. നന്നായി അമ്പലത്തിലൊക്കെ പോകാൻ തോന്നിയത്. ഇനി പുതിയ പാപങ്ങളൊക്കെ ചെയ്യാമല്ലോ. ശരണമയ്യപ്പ വേണ്ടി വരും. സഹവാസം ഇയാളുടെ കൂടെ ആവുമ്പോ വേണ്ടി വരും. ശരണമയ്യപ്പ. സംസർഗ ഗുണ ദോഷ. ഞാൻ പോയി വയറിറച്ചോല്ലോ കഴിക്കട്ടെ. നടക്കട്ടെ നടക്കട്ടെ, ജീവിത ലക്ഷ്യം നടക്കട്ടെ. ഒരു താങ്ങി. സ്വാമിയേ ശരണമയ്യപ്പ. എപ്പ എത്തി? ഇപ്പൊ വന്നതേ ഉള്ളൂ. അരവണ, അപ്പാച്ചിമേട്ടിലെ അപ്പം, കല്ലിടാങ്കുന്നിലെ കല്ല്. ഇത് ചവച്ച് ചവച്ച് തിന്ന്. കളിച്ചോണ്ടിരിക്കാതെ ഇരുന്ന് പഠിക്ക്. ഒന്ന് മാറിക്ക്. ആരാത്? പഠിക്കാൻ പറഞ്ഞിരിക്ക. ആരാത്? ഏത്? അകത്ത് നിൽക്കുന്ന പുതിയൊരെണ്ണം.
അതിവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്ന. ജോലിക്ക് വന്നാണോ? അപ്പൊ സുലുവിന്റെ ചാൻസ് പോയോ? എന്താ അവിടെ പറഞ്ഞ ഏ? ജോലിക്കാരിയാണല്ലേ? ആ. അയ്യോ പാവം കുട്ടി. എന്താ നിന്റെ നെയിം ബോർഡ്? പേരെന്താന്ന്? ആനി. ആനെ? ആനി. നിന്റെ സ്റ്റാൻഡ്? നോക്കി പേടിപ്പിക്കണ്ട. സ്ഥലമേതെന്ന്? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ ഞാൻ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെയാ. അങ്ങത്തെ പോലെയല്ലേ ഉള്ളൂ, അങ്ങൊന്നല്ലല്ലോ. ഈ നിലയ്ക്കാണെങ്കിൽ ഇവിടെ അംഗമാവും. ഇതിനു മുമ്പ് നീ എവിടെ നിന്നിട്ടുണ്ട്? ഞാൻ എങ്ങും നിന്നിട്ടില്ല. എങ്ങനെ നിർത്തും? കണ്ടപ്പോഴേ തോന്നിയ ഒരു കള്ള ലക്ഷണം. നിനക്ക് പാചകം പഠിക്കാനുള്ള ഗിനി പന്നികൾ ആരും ഇവിടെ ഇല്ല. ഇതായിപ്പോ വന്നല്ലോ ഒരെണ്ണം. എന്താണ് പറഞ്ഞ? ഇത് വലിയ ശല്യായല്ലോ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എന്റെ കാര്യം. അതെ, ഇയാൾ ഇവിടുന്ന് ഒന്ന് പറഞ്ഞു വിടാവോ? ആരെ? ബെന്നി, ഞാൻ ഇവളും കൂടെ ചേർന്ന് പോവില്ല. ഉടനെ കാന്താരി ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇയാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഇവള് ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ നിൽക്കില്ല. രണ്ടുപേരും ഇവിടെ നിൽക്കണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങി പോയിക്കോ. Get lost. ബെന്നി, തൃപ്തിയായല്ലോ. ആർക്ക്? എന്തായി കുട്ടി ഇങ്ങനെ ഒരു തമാശ പറഞ്ഞ മനസ്സിലാക്കില്ല എന്ന് വെച്ചാൽ? മോളെ കുട്ടി ഹാനി. അതെ, നിങ്ങളുടെ ചാച്ചന്റെ മുഖം എന്താ എപ്പോഴും ഈയിടെ ചാച്ചൻ അല്പം ചൂട് കൂടുതലാ ചേച്ചി. അപ്പോ നമുക്ക് ആ ചൂടൊന്ന് തണുപ്പിച്ചെടുക്കണ്ടേ? അതെങ്ങനെ? പാപ്പാ. എന്താ എന്താ ഇത്? നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? ഒരു പാട്ടും ഡാൻസും. ഒരു വീടാവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടായിന്ന് വരും. അതെ, ചിരിക്കാൻ അറിയില്ലേ? 24 മണിക്കൂർ മസിൽ പിടിച്ചിങ്ങനെ കുട്ടികളെ വഴക്ക് പറയാ. ഓരോരുത്തർക്ക് ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്താ മതി. ആ ജോലി തന്നെ ഞാൻ ചെയ്തത്. മനസ്സിനകത്ത് മൂടിക്കെട്ടി വെച്ചാ സ്നേഹം എന്താന്ന് ആർക്കും അറിയാൻ പറ്റില്ല. അമ്മയില്ലാത്ത കുട്ടികളാ. അയ്യോടാ, നാലഞ്ചെണ്ണത്തിനെ പെറ്റു വളർത്തിയ എക്സ്പീരിയൻസ് ഉള്ള മട്ടിലാണെന്നോ സംസാരം? അതെ, നീ ഇവരെ ഡാൻസും പാട്ടും പഠിപ്പിച്ചു വലിയ കലാപ്രതിഭകളൊന്നും ആക്കണ്ട, അടുക്കളയിലെ പണി ചെയ്താ മതി. ബെന്നിക്ക് എന്തൊരു മാറ്റാ ദൈവമേ. എന്താ പറഞ്ഞേ? മസില് മസില്. അത്രക്ക് മസിലുണ്ടോ? Let's go party.